ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സുബി. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു റോസാണ് കേട്ടോ. നല്ല റിയലിസ്റ്റിക് ലുക്ക് തോന്നുന്ന ഒരു റോസാണ് ഞാൻ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ല വൂളൻ യാണാണ് യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള യാണാണ് കേട്ടോ അത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം. ക്രോഷ്യ ലവേഴ്സായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റോസിൻ്റെ സെൻറ്ററിൽ വരുന്ന ചെറിയ പെറ്റലാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു സ്ലിപ്പ് നോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചെയിൻ 3. ഇനി ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് 3 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ 1, 2, 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. 1, 2 ചെയിൻ സ്റ്റിച്ചാണ്. ഇനി വർക്കിന് നമുക്കൊന്ന് തിരിച്ച് പിടിക്കാം കേട്ടോ. ഇപ്പുറത്ത് നമുക്ക് ആ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചസ് അവൈലബിൾ ആണ്. ഓരോ സ്റ്റിച്ചിലും നമുക്ക് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഈ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത് കേട്ടോ. 1, 2. അതുപോലെ അടുത്ത 2 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 ഡബിൾ ക്രോഷ്യേസുകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വർക്കിനെ തിരിച്ചു പിടിക്കാം. ഇനി 6 സ്റ്റിച്ചസ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്തതായി ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അതേ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 2 ചെയിൻ സ്റ്റിച്ച്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ലിപ്പ് നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത പോർഷനിൽ നിന്ന് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് നീളത്തിൽ വലിച്ചെടുത്ത് ഹുക്കിനെടുത്ത് നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന കുറച്ച് പെറ്റൽസ് ഉണ്ട്, അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള 8 പെറ്റൽസാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു നോട്ടിനുള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും, പിന്നീട് അത് അഴിഞ്ഞു പോരത്തില്ല കേട്ടോ. ഇതുപോലെയാണ് ഒരു പെറ്റലിരിക്കുന്നത്. ഇതുപോലുള്ള 8 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്ററിൽ വയ്ക്കാനായിട്ടുള്ള 8 പെറ്റൽസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് 8 എണ്ണം ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ അടിയിൽ വരുന്ന നൂലുകളെല്ലാം ലാസ്റ്റ് സമയത്ത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ അടിയിൽ വരുന്ന ബാക്കിയുള്ള പെറ്റൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് മാജിക് റിങ്ങിൽ 5 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5. ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ഇത് ചെറിയ നൂലാണ്, അതുപോലെ തന്നെ നമുക്ക് ഹുക്ക് സൈസും ചെറുതായതുകൊണ്ട് തന്നെ സ്റ്റിച്ചസൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടിയാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, അതായത് ഓരോ റൗണ്ട് കഴിഞ്ഞ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് താഴെ കാണുന്ന ടെയിലിന് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിനെയും കൂടെ കൊണ്ടുപോയി ഒന്ന് സെക്യൂർഡാക്കി വെക്കാം. രണ്ടാമത്തെ റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ഇൻക്രീസിലാണ് തുടങ്ങുന്നത് കേട്ടോ. അതായത് ഓരോ റൗണ്ടിലും അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷേസുകൾ കിട്ടും. ഓരോ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, അതിനാണ് നമുക്ക് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് നമ്മൾ ആദ്യം 5 സിംഗിൾ ക്രോഷേ ആണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സെക്കൻഡ് റൗണ്ടിന് 5 ഇൻക്രീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 10 സ്റ്റിച്ചസ് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിച്ചിനകത്തും സിംഗിൾ ക്രോഷേസുകൾ ചെയ്യുമ്പോൾ നമ്പർ എണ്ണിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. 1 2 3 എന്ന് പറഞ്ഞ് എണ്ണി വരുമ്പോൾ അവസാനം 10ലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം റൗണ്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. സോ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടിയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആ ടെയിൽ കണ്ടോ പിന്നെയും ബാക്കി വന്നു, അതാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് റൗണ്ട് നോക്കാം. തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി 10 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ ഒരു സാധാരണ 10 സ്റ്റിച്ചസും കൂടിയും ചെയ്യാം. 10 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എണ്ണി ചെയ്യാം. 1 2 3 4 എന്ന് പറഞ്ഞ് എണ്ണി ചെയ്യാം. അല്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടുന്ന സ്ഥലത്ത് സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണാതാവുന്ന ഒരു ഐറ്റമാണ്, ചെറിയൊരു പിന്നായതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാനത് കൂടുതലും വെക്കാത്തത്. നമുക്ക് എണ്ണി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ച് മാർക്ക് നമുക്ക് ചിലയിടത്തൊക്കെ ആവശ്യം വരും, ചില വർക്കൊക്കെ ചെയ്യുമ്പം സ്ഥലം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് റൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ തേർഡ് റൗണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി നമുക്ക് പെറ്റലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വീണ്ടും ഒരു തവണ കൂടി 10 സിംഗിൾ ക്രോഷേ വീതം ചെയ്യുവാണ്. ഇതിൽ ഇൻക്രീസൊന്നുമില്ല, എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 4 റൗണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആദ്യം 5 സിംഗിൾ ക്രോഷേ, പിന്നീട് നമുക്ക് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ 10 കിട്ടും. പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും റൗണ്ടിൽ 10 സിംഗിൾ ക്രോഷേ വീതം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി പെറ്റലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2 ചെയിൻ സ്റ്റിച്ച്, 1 2.
ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അത് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ചസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് വിട്ടു പോകുന്നതാണ്. ഒരു തവണ കൂടി നോക്കാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ അടുത്ത സ്റ്റിച്ചിലാണ് ഇപ്പം ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 ഇത് രണ്ടും ഒരു സ്റ്റിച്ചിലാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, ഇനി 2 ചെയിൻ സ്റ്റിച്ച് 1 2. ഇനി വർക്കിനെ ഒന്ന് തിരിച്ചു പിടിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ ഇപ്പോൾ നമുക്കിവിടെ 4 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് വേണ്ടത്. അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, വെറും ഡബിൾ ക്രോഷ്യ ആണ്, ഇൻക്രീസ് ഇല്ല. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ഇപ്പം നമുക്കിവിടെ 6 സ്റ്റിച്ചസുകൾ 6 ഡബിൾ ക്രോഷ്യകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 വർക്കിനെ തിരിച്ചു പിടിക്കാം. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് യാണിനെ ഹുക്കിൽ 2 തവണയാണ് നമ്മൾ ചുറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ വരുന്നത് കേട്ടോ. 3 തവണയാണ് നമുക്ക് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ വരുന്നതും. ഒരേ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യകൾ ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇനി നമുക്ക് ഒരു ഡബിൾ ട്രിപ്പിളാണ് ചെയ്യുന്നത്. ഒരു 3 തവണയാണ് നമുക്ക് യാണിനെ ഹുക്കിൽ ചുറ്റുന്നത്. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമുക്ക് ഡബിൾ ട്രിപ്പിൾ ചെയ്യുന്നത് കേട്ടോ. ഒരു തവണ കൂടി ഡബിൾ ട്രിപ്പിൾ ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. 1 2 ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 2 യാൺസ് ഉണ്ട്. അടുത്തതായിട്ട് ഒരു ഡബിൾ ട്രിപ്പിൾ കൂടെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അതിനുവേണ്ടി 3 തവണ യാണിനെ ഹുക്കിൽ ചുറ്റാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലാണ് നമുക്ക് ഡബിൾ ട്രിപ്പിൾ ചെയ്യുന്നത് കേട്ടോ. അവസാനം വരുമ്പം ഹുക്കിൽ 3 യാൺ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ ഒന്നിച്ചാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ടത്. വീണ്ടും ഒരു ഡബിൾ ട്രിപ്പിൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ. അടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ, ഒരു സ്റ്റിച്ചിൽ തന്നെ 3 തവണ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം.
ഓക്കെ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 2, അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ചെയിൻ 2, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് വീണ്ടും ചെയിൻ 2 തന്നെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത നിർത്തിയിട്ടുള്ള പോയിന്റിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള 5 പെറ്റലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ചെയിൻ 2 ചെയ്യുന്നു, ഹാഫ് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് വീണ്ടും വരുന്നത്.
ഇപ്പം നമുക്കിവിടെ 5 പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നടുഭാഗം കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ട് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഒരു 5 സിംഗിൾ ക്രോഷയിൽ മാജിക് റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് നടുഭാഗം കുഴിഞ്ഞിരിക്കും. ബാക്കി വരുന്ന യാൺസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലുള്ള 2 ഫ്ലവർ പെറ്റൽസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ചെറിയ പെറ്റലിൻ്റെ ഒരു 8 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വലിപ്പമുള്ളതിൻ്റെ 2 എണ്ണമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്ത് ഇതിനൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ലുക്കിൽ നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രീൻ കളർ യാൺ എടുത്തിട്ടുണ്ട്. മാജിക് റിംഗ് ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് 5 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5. മാജിക് റിംഗ് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ 1. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം വീണ്ടും ഒരു 5 സിംഗിൾ ക്രോഷേസ് ആണ് നമുക്ക് വേണ്ടത്. 1 2 3 4 5. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 1 ഇട്ടിട്ടാണ് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 5 ഇൻക്രീസ് ആണ് വേണ്ടത്. ഞാൻ നേരത്തെ പെറ്റൽ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇൻക്രീസ് എന്ന് പറയുമ്പം ഒരു സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ വീതം വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 5 ഇൻക്രീസ്, അതായത് 10 സിംഗിൾ ക്രോഷകളാണ് ഇനി ഈ റൗണ്ടിൽ വരുന്നത്. 1 2 3 4 5 6 7 ഏഴാമത്തെയാണ് ചെയ്യുന്നത് കേട്ടോ. 7 8 ലാസ്റ്റ് സ്റ്റിച്ചിൽ 9 10. ഇനി നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണി നോക്കിയതാണ് ആദ്യത്തെ ഏതായിരിക്കുന്നത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ സ്റ്റിച്ചസുകൾ എക്സ്ട്രാ കാണും. അതിൽ കൂടെ ഒന്നും ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് വീണ്ടും ഒരു 10 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യാനുള്ളത്.
അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലെ ക്യാമറയിലാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവുള്ളത്. അപ്പോൾ ഒരു 500 സബ്സ്ക്രൈബെങ്കിലും ആവാതെ, അല്ലെങ്കിൽ ഒന്ന് മോണിറ്റൈസ് ആവാതെ എനിക്ക് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസുകൾ ചെയ്തു തുടങ്ങാം. ഇപ്പോൾ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടെയിലിനെ നമുക്ക് സെൻട്രലിൽ കൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാം കേട്ടോ. അതിനി അവിടെ നിന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒന്നുകിൽ നമുക്കതിനെ അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യാം. അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് താഴോട്ട് വലിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് ആണ് വേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്, അതായത് ഇൻക്രീസ് കേട്ടോ. അപ്പോൾ 1:2 ആയിട്ടാണ് പോകുന്നത്. 1, അടുത്തത് വരുമ്പം 2. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 15 സിംഗിൾ ക്രോഷേകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. അടുത്ത റൗണ്ടിൽ ഇപ്പോൾ നമുക്ക് 15 സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പം ഒരു 15 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇനി നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് സേപ്പലിൻ്റെ ബാക്കിയുള്ള പെറ്റലുകൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ചെയിൻ 12 ചെയ്യാം. ഇതാ ടെയിലിനെയാണ് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ചെയിൻ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു. രണ്ടാമത്തതിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഇതിപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഒരെണ്ണം കൂടെ ചെയ്യാം. ഇപ്പോൾ 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, അടുത്ത വരുന്ന 3 സ്റ്റിച്ചിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ട്രിപ്പിൾ ക്രോഷേ 3 എണ്ണമാണ് വേണ്ടത്, അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ ട്രിപ്പിൾ ക്രോഷേ ആണ് വേണ്ടത്. 1, 2, 3, 4,
ഓക്കെ, ഇനി നമുക്ക് 2 സ്റ്റിച്ചസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇനി നമുക്ക് 2 സ്റ്റിച്ചസിനെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് സേപ്പലിൻ്റെ പെറ്റൽ ഇരിക്കുന്നത്. 2 സ്റ്റിച്ചസിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 2 എണ്ണം കഴിഞ്ഞ് മൂന്നാമത്തതിലാണ് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലുള്ള 5 പെറ്റലാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അതുകൊണ്ട് അതേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള അതേ സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് വീണ്ടും 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 3 സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 3 ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് 2 സ്റ്റിച്ചിനെ വിട്ട് കളഞ്ഞ് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലുള്ള 5 പെറ്റൽസാണ് ഈ സേപ്പലിന് കിട്ടുന്നത്. അവസാനം വരുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. അതിന് മറ്റുള്ള അടിയിൽ വരുന്ന സ്റ്റിച്ചിൽ കൂടെ നമുക്കൊന്ന് സെക്യൂർ ആക്കിയിട്ട് വെച്ച് ബാക്കി എക്സ്ട്രാ വരുന്ന യാണിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ അറ്റം ഷാർപ്പായിട്ട് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്നത്, ചുരുണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്കിനി ഇതിനെയൊക്കെ ഒന്ന് ഹെയർ സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിവർന്ന് വരും. പിന്നീട് നമുക്ക് ഈ വർക്കിനെല്ലാം ഒന്ന് ചെറുതായിട്ട് മെഴുകുതിരി വെച്ചിട്ടോ ലൈറ്റർ വെച്ചിട്ട് അങ്ങനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുണ്ടായിരുന്ന എക്സ്ട്രാ നിൽക്കുന്ന ലിൻറ്റുകളെല്ലാം ചുരുങ്ങി ഉരുകി പൊക്കോളും. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു പെറ്റൽസിൻ്റെയൊക്കെ തുമ്പ് വരുന്നുണ്ടല്ലോ, ഷാർപ്പായിട്ട് വരുന്ന ഭാഗങ്ങളെയൊക്കെ നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പിരിച്ച് ഷാർപ്പാക്കി കറക്റ്റ് ഷേപ്പാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൽ ഞാനൊരു അറ്റത്തായിട്ട് റെഡ് കളർ യാൺ വെച്ച് ഇതുപോലെ കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതായത് നമുക്കൊരു ബഡൊക്കെ നിൽക്കുന്നത് പോലെയുള്ള രീതിയിലാണ് ഞാനൊന്ന് ചെറുതായി ചുറ്റി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് അതിനെ ഒന്ന് ഗ്ലൂ ഇട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന യാണിനെ മുറിച്ച് മാറ്റാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെറിയ പെറ്റൽസുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമുള്ളത് കേട്ടോ. ഒരു പെറ്റലിനെ എടുത്ത് അതിൻ്റെ അടിയിൽ വരുന്ന നൂല് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 എണ്ണമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിന് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്ത ഈ ഒരു ബഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനൊന്ന് ഉറപ്പിച്ച് വെക്കണം കേട്ടോ. രണ്ട് സൈഡിലും ഗ്ലൂവിന് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് വേണം അടുത്ത പെറ്റൽ വെക്കാനായിട്ട്. അത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. 2 സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നുകൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഏറ്റവും സെൻറ്റർ വരുന്ന പോർഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള 6 പെറ്റൽ കൂടെ ഉണ്ട്.
അതിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നെന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ഓരോ സൈഡിൽ കൂടെ വേണം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 6 പെറ്റലും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്ന യാണുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓൾറെഡി നമ്മൾ 2 പെറ്റലിനെ സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ചുറ്റി കൊടുക്കാം. നമുക്കിതിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കിതിൻ്റെ താഴെ ഒരു സേപ്പിൽ കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലവറിൻ്റെ റോസിൻ്റെ ബഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗമായിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പെറ്റൽ സേപ്പിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ബഡായിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനവിടെ ബാക്കി ചെയ്ത് വെച്ചിട്ടുള്ള 2 പെറ്റലാണ് ചെയ്യുന്നത്. അതിൻ്റെ മാജിക് റിങ് ചെയ്യുമ്പോൾ ആ സെൻറ്ററിലത്തെ ഒരു ചെറിയൊരു ഹോളുണ്ട്. അതിൽ കൂടെയാണ് ഞാനിപ്പം ഈ ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പെറ്റലിൻ്റെ മുകളിൽ അടുത്ത പെറ്റൽ വരുന്ന രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
2 പെറ്റൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സേപ്പിൽ കൂടെ അതിനകത്ത് ഉറപ്പിച്ച് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെമ്മിൽ ഗ്രീൻ കളർ യാണിന് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ലീഫിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്രോഷയുടെ ലീഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാവുന്നതാണ്. ലീഫിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.